CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന M സ്വരാജിനെ CPM സംസ്ഥാന സെക്രട്ടറിയാക്കാൻ നീക്കം നടത്തുന്നതായിരുന്നു റിപ്പോർട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ് സൂചന. നിലവിൽ CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനെ മന്ത്രിസഭയിലേക്ക് എത്തിക്കാനാണ് നീക്കം. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം സുപ്രധാന തെരഞ്ഞെടുപ്പുകളിലൊന്നും LDFന് വിജയിക്കാനായിട്ടില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദന് സാധിക്കുമോ എന്ന ചോദ്യങ്ങളും ഉയരുന്നതിനിടയിലാണ് CPM അപ്രതീക്ഷിത നീക്കത്തിലൂടെ ജനകീയനായ M സ്വരാജിനെ സംസ്ഥാന സെക്രട്ടറിയാക്കാൻ ആലോചിക്കുന്നത്. തീഷ്ണയുള്ള നിലപാടുകൾ കൊണ്ടും പക്വതയാർന്ന പ്രതികരണങ്ങൾ കൊണ്ടും ജനമനസ്സുകളിൽ ഇടം പിടിച്ച ജനകീയനായ ചെറുപ്പക്കാരനാണ് M സ്വരാജ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ പാലം വലിച്ചില്ലെങ്കിൽ നിഷ്പ്രയാസം നിലമ്പൂരിൽ വിജയിക്കുമായിരുന്നുവെന്നും CPM കണക്കുകൂട്ടുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS പരാമർശം CPMനെ വെട്ടിലാക്കി. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പരസ്യ ശാസനത്തിനും MV വിധേയനായി. അതുകൊണ്ട് തന്നെയാണ് MV ഗോവിന്ദൻ മന്ത്രിസഭയിലേക്ക് തിരികെ വരട്ടെ എന്നും M സ്വരാജ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആകട്ടെ എന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. MV ഗോവിന്ദന്റെ പരാമർശങ്ങളിലും പ്രസ്താവനകളിലും CPI നേതൃത്വം അസ്വസ്ഥരാണ്. ഒരു ആലോചനയുമില്ലാതെ പ്രതികരണങ്ങളിലൂടെ CPM സംസ്ഥാന സെക്രട്ടറി ജനങ്ങളെ LDFൽ നിന്നും അകറ്റുന്നു എന്നുള്ളതാണ് CPIയുടെ നിലപാട്. ഇത് മറികടന്ന് ജനകീയ പ്രതിച്ഛായ വീണ്ടെടുക്കണമെങ്കിൽ M സ്വരാജിനെ പോലുള്ള ജനകീയനായ നേതാവ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആവണമെന്നുള്ള അഭിപ്രായം CPMന്റെ അണികൾക്കുമുണ്ട്. അല്ലെങ്കിൽ പടക്കുതിരകളെ പോലുള്ള നേതാക്കളെ വെച്ച് എത്ര നാൾ മുന്നോട്ടു പോകുമെന്നുള്ള ചോദ്യവും പലരും ഉയർത്തുന്നുണ്ട്. ചെറുപ്പക്കാരായ നേതൃഗുണമുള്ള ഒട്ടനവധി നേതാക്കളെ CPM സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും താക്കോൽ സ്ഥാനത്ത് ഇവരെ പ്രതിഷ്ഠിക്കാൻ CPMന്റെ നേതൃത്വം തയ്യാറാകാത്തത് തിരഞ്ഞെടുപ്പുകളിൽ ഗുണം ചെയ്യില്ലെന്ന തിരിച്ചറിവിലാണ് സ്വരാജിനെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാക്കാനുള്ള നീക്കത്തിനു പിന്നിൽ. ഉടൻ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശമുണ്ടാവുമെന്നാണ് സൂചന. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ മുതിർന്ന നേതാക്കളായ EP ജയരാജനും തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്കും M സ്വരാജ് CPM സംസ്ഥാന സെക്രട്ടറി ആവണമെന്നുള്ള താല്പര്യമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. അങ്ങനെയെങ്കിൽ വരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗോവിന്ദൻ മന്ത്രിസഭയിലേക്ക് എത്തട്ടെ എന്നും M സ്വരാജ് സെക്രട്ടറി ആവട്ടെ എന്നുമുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. ഇതിന് മുതിർന്ന നേതാക്കളായ EP ജയരാജനും തോമസ് ഐസക്കും TP രാമകൃഷ്ണനും ഉൾപ്പെടെയുള്ളവർ പിന്തുണയ്ക്കാനാണ് സാധ്യത. തിരികെ മന്ത്രിസഭയിലെത്തുന്ന MV ഗോവിന്ദന് മന്ത്രിസഭയിൽ പ്രാധാന്യമുള്ള വകുപ്പുകൾ പിണറായി നൽകിയേക്കും. നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പും എക്സൈസ് വകുപ്പും നൽകാനിടയില്ല. വകുപ്പുകൾ താരതമ്യേന നല്ല രീതിയിലാണ് ഇപ്പോഴത്തെ മന്ത്രി MP രാജേഷ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന അഭിപ്രായം പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് തന്നെ വീണ ജോർജ് കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ വകുപ്പോ മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുന്ന പൊതുമരാമത്ത് വകുപ്പോ MV ഗോവിന്ദന് നൽകും. മിക്കവാറും റിയാസ് കൈകാര്യം ചെയ്യുന്ന പൊതുമരാമത്ത് വകുപ്പ് നൽകാനാണ് സാധ്യത. എങ്കിൽ വീണ ജോർജിനെ മാറ്റി മുഹമ്മദ് റിയാസിന് ആരോഗ്യ വകുപ്പ് നൽകിയേക്കും. ഇതോടെ മന്ത്രിസഭയിലും പാർട്ടിയിലും ഒരു അഴിച്ചുപണിയുണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടുണ്ട് എന്ന തിരിച്ചറിവും CPMലുണ്ട്. വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും പിന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് വിജയിച്ചു കയറണമെങ്കിൽ M സ്വരാജിനെ പോലുള്ള നല്ല സംഘടനാ പാഠവുമുള്ള യുവത്വം സംസ്ഥാന സെക്രട്ടറി ആകണമെന്നാണ് നേതൃത്വം കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് MV ഗോവിന്ദനെ മാറ്റി M സ്വരാജിനെ CPM സംസ്ഥാന സെക്രട്ടറിയാക്കാൻ CPM തീരുമാനമെടുക്കുന്നത്.